ഇന്ന് നമുക്ക് ഫാഷൻ ഫ്രൂട്ട് വെച്ച് ജാം തയ്യാറാക്കാം. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഫാഷൻ ഫ്രൂട്ടാണ്. ഫാഷൻ ഫ്രൂട്ടിന് വളരെയധികം ഔഷധമൂല്യമുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫാഷൻ ഫ്രൂട്ടിൽ ധാരാളം വൈറ്റമിൻ എ, അതുപോലെ തന്നെ വൈറ്റമിൻ സി, ഇതുകൂടാതെ തന്നെ ഫൈബറും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ എ ഉള്ളത് കാരണം കണ്ണിനും, വൈറ്റമിൻ സി ഉള്ളത് കാരണം നമുക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ തരുന്നതിനും ഈ ഫാഷൻ ഫ്രൂട്ട് സഹായിക്കുന്നു. ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് ഫാഷൻ ഫ്രൂട്ട് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഫാഷൻ ഫ്രൂട്ട് വെച്ച് എങ്ങനെ നമുക്ക് ജാം തയ്യാറാക്കാമെന്ന്. ഞാനിവിടെ നന്നായി പഴുത്ത 5 ഫാഷൻ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നന്നായി പഴുത്തതാണ് ഈ ഫാഷൻ ഫ്രൂട്ട്. ഇനി ആവശ്യമുള്ളത് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങയുടെ നീരുമാണ് നമുക്ക് ആവശ്യം. ആദ്യം തന്നെ നമുക്ക് ഈ ഫാഷൻ ഫ്രൂട്ട് നടുകെ കീറിയിട്ട് ഇതിനകത്തെ പൾപ്പ് എടുക്കണം. അതായത് നമ്മുടെ ഈ പഴുത്ത ഭാഗം മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫോർക്കാണ് ഉപയോഗിക്കുന്നത്. ഫോർക്ക് വെച്ച് ഇതുപോലെ പതുക്കെ ഇങ്ങനെ വലഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അതിനകത്തെ പൾപ്പ് സെപ്പറേറ്റ് ആയിട്ട് വരും. ഈ ഫോർക്ക് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ ആ വെളുത്ത പാർട്ടുണ്ടല്ലോ, അത് ചില സമയത്ത് ഒരു ചെറിയൊരു കയ്പ്പുരസം അതിനകത്തുണ്ടായിരിക്കും. അപ്പം ഈ ഫോർക്ക് വെച്ച് എടുക്കുമ്പോൾ ആ വെളുത്ത പാർട്ട് അവോയ്ഡ് ചെയ്ത് പൾപ്പ് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ 5 ഫാഷൻ ഫ്രൂട്ട്സിൻ്റെയും പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർക്ക് വെച്ച് ജസ്റ്റ് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നീ ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്യുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുകയും ചെയ്യാം. അപ്പം ഈ സീഡും നമ്മുടെ ഈ ജ്യൂസും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് കുറേ നേരം ഇത് ബീറ്റ് ചെയ്യില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ കുരു ഉണ്ടല്ലോ, ബ്ലാക്ക് സീഡ്, അത് അരഞ്ഞു പോവും. അങ്ങനെ അരയാണ്ട് ഇതിൻ്റെ പൾപ്പ് മാത്രം എടുക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു സ്റ്റെയിനർ ഉപയോഗിച്ച് നമ്മുടെ ജ്യൂസ് സെപ്പറേറ്റ് ആക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സീഡും ജ്യൂസും ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ജ്യൂസ് മാത്രമാണ് ഇതിനകത്തേക്ക് ആവശ്യം. ഇപ്പം ഞാൻ ജ്യൂസ് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ കപ്പിന് 1/2 കപ്പ് ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ മെഷറിംഗ് കപ്പ് എടുക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 1 കപ്പ് ജ്യൂസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ ഈ മെഷറിംഗ് കപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കപ്പിനനുസരിച്ച് എടുക്കുന്നത്. നമുക്ക് എടുക്കേണ്ട പഞ്ചസാരയുടെ അളവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസിൻ്റെ സെയിം അളവായിരിക്കണം. 1 കപ്പ് ജ്യൂസാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുക്കണം. അപ്പം 2 ടീസ്പൂൺ നാരങ്ങാ നീരാണ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഒരു അടി കെട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ ഇതുപോലത്തെ കോട്ടിംഗ് ഉള്ളൊരു പാത്രമോ അടുപ്പത്ത് ചൂടാക്കാം. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഈ ജ്യൂസ് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതായത് നല്ലപോലെ തിളച്ചതിന് ശേഷം അത് തിളയ്ക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ ഈ ജ്യൂസ് അടിയിലിങ്ങനെ പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചോ ഒരു തവി വെച്ചോ ഇതുപോലെ നല്ലപോലെ അടി ചേർത്ത് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെയിം എപ്പോഴും ചെറിയ ഫ്ലെയിം ആയിരിക്കണം. അതായത് സിമ്മിലിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പം നമ്മുടെ ജ്യൂസ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങാ നീരിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നാരങ്ങാ നീര് ഏകദേശം ഒരു 2 ടീസ്പൂണാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. നാരങ്ങ നീര് ചേർത്തതിന് ശേഷം നല്ലപോലെ അത് പഴുതുപോലെ തന്നെ അടി ചേർത്ത് നല്ലപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ 1 കപ്പ് ജ്യൂസിന് 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതുപോലെ നല്ലപോലെ അടി ചേർത്ത് തന്നെ ഇളക്കി നമുക്ക് ഇതിനകത്തേക്ക് യോജിപ്പിക്കാം. ഇനി നമ്മുടെ ജ്യൂസ് ഇതുപോലെ തിളച്ച് നന്നായിട്ട് കുറുകി വരും. 1 കപ്പ് ജ്യൂസ് ഇനി അത് 1/2 കപ്പ് ജ്യൂസായിട്ട് മാറും. അപ്പോഴത്തേക്കും നമ്മുടെ ജാം റെഡി ആയിരിക്കും. ഇപ്പം നമ്മുടെ ജാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പാത്രത്തിലേക്ക് പകർത്താം. ഇച്ചിരി കൂടെ കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ജാമിൻ്റെ
ഏകദേശം ഒരു പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ പാത്രത്തിലേക്ക് മാറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നർ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ ഏകദേശം 1 മാസം വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ജാം ഇവിടെ റെഡി ആയിരിക്കുന്നു. കണ്ടില്ലേ, ഇത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി പരുവത്തിലായിരിക്കും കിട്ടുക. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഒരു നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.